ഒരു സെൻ ഗുരു മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ വാവിട്ട് കരയാൻ തുടങ്ങി. ഇത് കണ്ട് കൂടി നിന്നവർ, ഇദ്ദേഹം ഗുരു ശിഷ്യനല്ലേ, പ്രബുദ്ധനായി തീർന്നതല്ലേ, എന്തുകൊണ്ടാണ് നിലവിളിക്കുന്നത്? മരണം യാഥാർത്ഥ്യമാണെന്നും മരണത്തോടുകൂടി ശരീരം ലയിച്ചു പോകുമെന്നും ആത്മാവ് ഇവിടെ നിലനിൽക്കുമെന്നും വിശ്വസിക്കുന്ന ഈ ഗുരു എന്താണ് ഇങ്ങനെ കരയുന്നത്? അതിൽ പ്രമുഖനായ ഒരാൾ വന്ന് ഈ കരയുന്ന ശിഷ്യനോട് ചോദിച്ചു, താങ്കൾക്ക് നാണമില്ലേ? താങ്കൾ പ്രബുദ്ധനായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, എന്നിട്ടും താങ്കൾ ഇങ്ങനെ കരയുന്നത്? അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, എനിക്ക് വേണമെങ്കിൽ എൻ്റെ പ്രബുദ്ധതയെ മാറ്റിക്കളയാം, പക്ഷേ എൻ്റെ സത്യത്തെ, എൻ്റെ യാഥാർത്ഥ്യത്തെ എനിക്ക് മാറ്റാൻ പറ്റില്ല. ഇതാണ് യഥാർത്ഥമായ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ അണിഞ്ഞിട്ടുള്ള പുതിയ ഭാവങ്ങളെ നമുക്ക് മാറ്റാം, പക്ഷേ നമ്മളിൽ ജന്മനാ സിദ്ധമായിട്ടുള്ള നമ്മളുടെ വികാരങ്ങളെ നമുക്കെങ്ങനെ മാറ്റാൻ കഴിയും? അങ്ങനെ മറച്ചു വയ്ക്കുന്നത് കാപട്യമാണെന്നാണ് ഈ കഥ പറഞ്ഞു വയ്ക്കുന്നത്. കരയാൻ തോന്നുമ്പോൾ നമുക്ക് കരയാൻ കഴിയണം എന്ന് തന്നെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.